കഴിഞ്ഞ ഒരു മാസം കൊണ്ട് മാത്രം എത്രയധികം മരണം പാകിസ്ഥാനിൽ നടന്നുവെന്ന ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഒരു ദശാബ്ദത്തിനിടയിലെ ഏറ്റവും വലിയ മരണനിരക്കുള്ള ഒരു മാസമായി കഴിഞ്ഞ മാർച്ച് മാറിയിരിക്കുകയാണ് എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിൽ പ്രധാനമായി പറയുന്നത്. ഇസ്ലാമിസ്റ്റ് തീവ്രവാദികളും വിഘടനവാദ വിമതരും ചേർന്ന് പാകിസ്ഥാനിൽ നടത്തിയ 100-ലധികം മാരകമായ ആക്രമണങ്ങൾക്കാണ് മാർച്ച് മാസം സാക്ഷിയായത്. ഒരു ദശാബ്ദത്തിനിടയിലെ ഏറ്റവും മാരകമായ മാസമാക്കി ഇത് മാർച്ചിനെ മാറ്റി. 335 പേർ കൊല്ലപ്പെട്ടു എന്നാണ് ഒരു തിങ്ക് ടാങ്ക് വ്യാഴാഴ്ച റിപ്പോർട്ട് ചെയ്യുന്നത്. പാകിസ്ഥാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ കോൺഫ്ലിക്ട്സ് ആൻഡ് സെക്യൂരിറ്റി സ്റ്റഡീസ് തിങ്ക് ടാങ്കിന്റെ റിപ്പോർട്ട് പ്രകാരം 228 മരണങ്ങൾക്കും കാരണം തീവ്രവാദ ഗ്രൂപ്പുകളാണ്. സൈനികരും പോലീസും ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ 73 സുരക്ഷാ സേവന അംഗങ്ങളും 67 സാധാരണക്കാരും 88 തീവ്രവാദ ഗ്രൂപ്പുകളും ഇതിൽ ഉൾപ്പെടുന്നു എന്നുള്ളതാണ്. ഈ തീവ്രവാദ ഗ്രൂപ്പുകൾ ആരാണെന്ന് ചോദിച്ചാൽ ഇസ്ലാമിക തീവ്രവാദികളായ പാകിസ്ഥാൻ താലിബാൻ അല്ലെങ്കിൽ തെഹ്രീക്കെ താലിബാൻ, വിഘടനവാദികളായ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി എന്നിവയാണ് ആക്രമണങ്ങൾക്ക് ഉത്തരവാദികളായ പ്രധാന വിഘടനവാദ ഗ്രൂപ്പുകളും തീവ്രവാദ ഗ്രൂപ്പുകളും. എന്തായാലും ബലൂചിസ്ഥാനിലെ തെക്കു പടിഞ്ഞാറൻ മേഖലയിൽ ജാഫർ എക്സ്പ്രസ് ട്രെയിൻ 28 മണിക്കൂർ തട്ടിക്കൊണ്ടുപോയതിന് BLA ഉത്തരവാദികളായിരുന്നു. ഏകദേശം 450 പേരെ ബന്ദികളാക്കി. 2 ഡസനിലധികം പേരാണ് അവിടെ കൊല്ലപ്പെട്ടത്. ഏറ്റവും അധികം ബാധിക്കപ്പെട്ട പ്രദേശങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ബലൂചിസ്ഥാൻ പ്രവിശ്യയാണ്. ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെട്ടത്. തൊട്ടു പിന്നാലെ പാകിസ്ഥാന്റെ വടക്ക് പടിഞ്ഞാറൻ ഭാഗത്തുള്ള ഖൈബർ പഖ്തൂൺഖ പ്രവിശ്യ ബാധിക്കപ്പെട്ടു. മാർച്ചിൽ വർദ്ധിച്ചു വരുന്ന ആക്രമണങ്ങളുടെ ഒരു രൂപമായ ചാവേർ ബോംബ് ആക്രമണത്തിനും അവർ 2 പേരും ഇരയായിട്ടുണ്ട്. ഇന്ത്യയുടെ അതിർത്തിയിലുള്ള കിഴക്കൻ പ്രവിശ്യയായിട്ടുള്ള പഞ്ചാബിൽ തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ശക്തമായ വർധനവാണ് നിരീക്ഷിച്ചിരിക്കുന്നത്. കുറഞ്ഞത് 7 ആക്രമണങ്ങളെങ്കിലും അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവയിൽ മിക്കതും തെഹ്രീക്കെ താലിബാന്റേതാണ്. വർദ്ധിച്ചു വരുന്ന ഭീഷണിയെ തുടർന്ന് പാകിസ്ഥാൻ സുരക്ഷാ സേന ഈ മേഖലയിൽ അവരുടെ പ്രവർത്തനങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.